മലയാളിയായ കെ.ജി. ബാലകൃഷ്ണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ ജസ്റ്റിസ് ബി.ആർ. ഗവായ്. 1985-ലാണ് അഭിഭാഷക വൃത്തിയിലേക്കുള്ള ഗവായിയുടെ കടന്നുവരവ്. 2000-ൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായി. 2019-ലാണ് സുപ്രീംകോടതി ജഡ്ജിയായി നിയമിതനാകുന്നത്. നിർണായകമായ പല വിധികളും പുറപ്പെടുവിച്ച ബെഞ്ചിൽ ജസ്റ്റിസ് ഗവായ് അംഗമായിരുന്നു. രാജ്യത്തെ നോട്ട് നിരോധനം ശരിവച്ച വിധി, ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച വിധി, കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കിയത് ശരിവച്ച വിധി, ബുൾഡോസർ നടപടികൾക്ക് തടയിടൽ തുടങ്ങിയവയിൽ തീരുമാനമെടുത്ത ബെഞ്ചിൽ അംഗമായിരുന്നു ബി.ആർ. ഗവായ്. ഒടുവിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിൽ വ്യക്തത നൽകിയ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷത വഹിച്ച ശേഷമാണ് ഗവായിയുടെ പടിയിറക്കം. ഗവായ് ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കെയാണ് രാജ്യത്തെ ഞെട്ടിച്ച ചീഫ് ജസ്റ്റിസിന് നേരെയുള്ള അതിക്രമ സംഭവം. ഒരു കേസിൽ ഗവായ് നടത്തിയ പരാമർശത്തിന് എതിരെയായിരുന്നു അഭിഭാഷകൻ അദ്ദേഹത്തിന് നേരെ ഷൂ എറിഞ്ഞത്. സംഭവം ഞെട്ടിച്ചുവെന്നും തന്നെ സംബന്ധിച്ച് അത് അടഞ്ഞ അധ്യായമെന്നുമായിരുന്നു ബി.ആർ. ഗവായുടെ പ്രതികരണം. കേരള മുൻ ഗവർണറും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായിരുന്ന ആർ.എസ്. ഗവായിയുടെ മകൻ കൂടിയാണ് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്. 24 ഡൽഹി.